ഈ ഒരു സമയം നമുക്ക് മോഹൻലാൽ സാറിന് ഈ അംഗീകാരം കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. മലയാളിക്കും മലയാള ഭാഷയ്ക്കും മലയാള സിനിമ പ്രേമികൾക്കും ആ സിനിമ കുടുംബത്തിനുമെല്ലാം. അപ്പൊ അത് ആദ്യമേ തന്നെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ ദൃശ്യം 1 എന്ന സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സിനിമകളെയും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു അതിന്റെ ഒരു വിജയമുണ്ടായിരുന്നത്. അതിനുശേഷം മലയാളി മനസ്സിലെല്ലാം ജോർജ് കുട്ടി അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ സിനിമയെ രണ്ടാം ഭാഗത്തിനെയും അതുപോലെ തന്നെ എല്ലാവരും സ്വീകരിച്ചു. അതുപോലെ തന്നെയോ അതിനപ്പുറമോ സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള സിനിമയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. ഫാമിലി എന്നും ത്രില്ലർ എന്നും എല്ലാം തന്നെ നമ്മൾ സിനിമയെ വേർതിരിക്കാറുണ്ട്. പക്ഷെ ഇത് വരുമ്പോൾ പുതിയൊരു ശ്രേണി കൂടി വരികയാണ്. ഫാമിലി ത്രില്ലർ എന്ന രീതിയിലേക്ക് ദൃശ്യം എന്നത് വരികയും ചെയ്യുന്നു. ഇത്തവണയും സസ്പെൻസും കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? അതായത് എനിക്ക് അതിനകത്ത് ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റാത്തത് ജിത്തു അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എന്താ പറയാ, ജോർജ് കുട്ടി പറയുന്ന പോലെ തന്നെ അതിന്റെ രഹസ്യങ്ങൾ നമുക്ക് സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും അറിയട്ടെ. ഇത്തരത്തിലുള്ള അന്യഭാഷാ ചിത്രങ്ങൾ, അന്യഭാഷകളിലേക്ക് പോയൊരു ചിത്രം വേറെ ഉണ്ടാവില്ല. ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഒരുപക്ഷെ ഇതും മറ്റ് ഭാഷ സിനിമ പ്രവർത്തകർ തന്നെയായിരിക്കും ഇത് കൂടുതൽ ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാ ലാംഗ്വേജുകളിലും നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇതുവരെ വരാത്തതുപോലെ എല്ലാ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്ത ഒരു ചിത്രമാണ് ദൃശ്യം. അത് ദൃശ്യം 1ഉം 2ഉം അതുപോലെ തന്നെ എല്ലാ ലാംഗ്വേജിലും എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ദൃശ്യം 3 എന്ന സിനിമ തുടങ്ങുന്ന സമയം, അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്ത സമയം മുതൽ മറ്റുള്ള ഭാഷകളിൽ ആൾക്കാർ ഉറ്റുനോക്കുന്നു. അത് വീണ്ടും ആ ലാംഗ്വേജുകളിലേക്ക് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്, ഏറ്റവും സന്തോഷം തരുന്നതാണ്. 3 എന്ന് പറയുമ്പോൾ അടുത്ത ആളുകളുടെ ഒരു ചോദ്യം 4 ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് 4 ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അപ്പോൾ 4 ഉണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം.